കണ്ഠര് രാജീവര് ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ജനറൽ ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ പ്രവേശിപ്പിക്കാൻ പോകുന്നു എന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത്. വിവരങ്ങളുമായി ഇപ്പോൾ ഷീജ ചേരുന്നുണ്ട്. ഷീജ, എന്താണ് ഇത് സംബന്ധിച്ച് വിവരങ്ങൾ കൂട്ടിച്ചേർക്കാനുള്ളത്? ജനറൽ ആശുപത്രിയിൽ കൊണ്ടുവന്നോ കണ്ഠര് രാജീവരെ? സിജു, അല്പസമയത്തിനകം തന്നെ തന്ത്രി കണ്ഠര് രാജീവരെ ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അവിടെ നിന്നും, അതായത് തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ് കഴിഞ്ഞ ദിവസം രാത്രിയോടുകൂടി റിമാൻഡിലായ തന്ത്രി കണ്ഠര് രാജീവരെ എത്തിച്ചിരുന്നത്. അവിടെ വെച്ച് രാവിലെയോടുകൂടി ദേഹാസ്വാസ്ഥ്യം ഉണ്ടായി എന്നുള്ളതാണ് ഇപ്പോൾ പോലീസിൽ നിന്നും നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നത്. അതേ തുടർന്നാണ് ആദ്യഘട്ട ചികിത്സ നൽകിക്കൊണ്ട് ഇപ്പോൾ ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് അല്പസമയത്തിനകം എത്തിക്കും എന്നാണ് അറിയുന്നത്. അവിടെ നിന്നും പുറപ്പെട്ടു. സ്പെഷ്യൽ സബ് ജയിലിൽ നിന്നും തന്ത്രി കണ്ഠര് രാജീവരുമായി പോലീസ് സംഘം പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് അറിയുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇവിടെ എത്തിച്ചതിന് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ എന്താണ് നിലവിലത്തെ ഒരു ആരോഗ്യസ്ഥിതി എന്നത് സംബന്ധിച്ചുള്ള കാര്യത്തിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. നമുക്കറിയാം, കഴിഞ്ഞ ദിവസമാണ് തന്ത്രി കണ്ഠര് രാജീവരെ ഈ ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്തതും. അത് അറസ്റ്റിന് മുന്നോടിയായി തന്നെ മണിക്കൂറുകൾ നീണ്ട ചോദ്യം ചെയ്യലുണ്ടായിരുന്നു. അതിനുശേഷമായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയതും. രാത്രിയോടുകൂടി കൊല്ലത്തെ വിജിലൻസ് ജഡ്ജിന്റെ വസതിയിൽ ഹാജരാക്കിയാണ് കോടതിയിൽ റിമാൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതേ തുടർന്ന് റിമാൻഡ് ചെയ്തതിനെ തുടർന്നാണ് കൊല്ലത്ത് നിന്നും ഇവിടെ നേരെ തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലേക്ക് എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. തനിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ട് എന്നുള്ളത് കഴിഞ്ഞ ദിവസം കോടതിയിൽ പറഞ്ഞിരുന്നു. അതൊരു പ്രത്യേക ഹർജിയായി നൽകാൻ കോടതി ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ഒരു സാഹചര്യം നിലനിൽക്കുന്നൊരു പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇപ്പോൾ ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമടക്കം ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ ഇവിടെ ജനറൽ ആശുപത്രിയിൽ എത്തിക്കും. ജനറൽ ആശുപത്രിയിൽ എത്തിച്ചതിനു ശേഷം വൈദ്യപരിശോധനയ്ക്ക് ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ ആരോഗ്യസ്ഥിതിയിൽ എന്താണ് പ്രശ്നം, ഇവിടെ നിന്നും ജനറൽ ആശുപത്രിയിൽ നിന്നും മെഡിക്കൽ കോളേജിലേക്ക് മാറ്റേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത കൈവരിക്കാൻ സാധിക്കുക. ഏതായാലും ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് ജയിലിൽ വെച്ചുണ്ടായ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്നാണ് ഇവിടേക്ക് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ള ഒരു തീരുമാനം പോലീസ് എടുത്തിട്ടുള്ളത്. ആദ്യഘട്ട ചികിത്സ അവിടെ വെച്ച് നൽകിയിരുന്നെങ്കിൽ പോലും ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് വിലയിരുത്തിയിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് തന്ത്രിയെ എത്തിക്കാൻ പോകുന്നത്. അവിടെ ജയിലിൽ നൽകിയ ചികിത്സ മതിയാകുന്നില്ല, അതിനെ തുടർന്നാണോ ഇപ്പോൾ ഇങ്ങനെ കൊണ്ടുപോകുന്നതാണ് ജയിലധികൃതർ പറയുന്നത്? തീർച്ചയായും ജയിലിൽ വെച്ച് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ടു. അതേ തുടർന്ന് നിലവിൽ അവിടെ പ്രാഥമികഘട്ട ചികിത്സ നൽകി എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതാണ് നമുക്ക് പോലീസിൽ നിന്നും ലഭിക്കുന്ന വിവരമെന്ന് പറയുന്നത്. അതിനുശേഷം ഇവിടെ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. പോലീസ് അവിടെ തന്നെ നൽകിയ പ്രാഥമികഘട്ട ചികിത്സ, ആ ചികിത്സയ്ക്ക് ശേഷം ഇങ്ങോട്ടേക്ക് മാറ്റുക എന്നുള്ളതാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ജനറൽ ആശുപത്രിയിലേക്ക് മാറ്റാനുള്ളൊരു തീരുമാനമൊക്കെ അവർ എടുത്തിട്ടുണ്ടായിരുന്നത്. ഏതായാലും അല്പസമയത്തിനകം ഇങ്ങോട്ടേക്ക് എത്തിക്കും എന്നുള്ളതാണ് നമുക്കിപ്പോൾ പോലീസിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്.